എന്തിനാ വന്നത്? എരപ്പും ചിരട്ടയായിട്ട് തന്നെയാ വന്നത്. ഉള്ള ഭൂമി മുഴുവൻ പോയി. കുടിയന്മാരാഞ്ച നിങ്ങളാൽ ചിലരല്ലേ. 5-6 വയറ് കഴിയണം. ഉള്ള കാലത്ത് ഭൂമി മുഴുവൻ ക്രിസ്ത്യാനികൾക്കല്ലേ കൊടുത്തത്? അന്ന് അസ്രാനിയോട് പോയി ചോദിക്കാഞ്ഞിട്ടല്ല. പിന്നെ ഉളുപ്പില്ലാതെ ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് എന്തിനാ ധർമ്മത്തിൽ വന്നത്? നാണം കെട്ട് വീണ്ടും ചോദിക്കുക. എന്നെ സഹായിക്കണം. അടുത്ത നാള് എന്റെ അച്ഛന്റെ ശ്രാദ്ധ. അതിനുവേണ്ടി ചത്തോലൊക്കെ വെച്ച് വിളമ്പാൻ അല്ലേ? ഈ പിച്ചക്കല്ല ഞാൻ വന്നത്. ഇല്ലമ്മ ഭൂമിയില്ലേ കൈവശം. അതിന്റെ പാട്ടവും ഭാരം ഉറപ്പിക്കാൻ വന്നാണെങ്കിലേ അല്ല, പുതിയ നിയമം വന്ന് മൂപ്പർ അറിയില്ലേ? പിന്നെ നിന്റെ സ്വത്തിന്റെ മുഴുവൻ പൈസ പ്രഭുവിനെ കെട്ടിവെച്ചാ ഞാൻ പട്ടയം വാങ്ങിയത്. ഇനി അപ്പയാരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, കടന്നു പോയില്ലേ പുറത്ത്. കുഞ്ഞമ്മൂട്ടി, മുമ്പ് നീയും എന്റെ ഇല്ലത്തെ പഠിക്കൽ ധർമ്മത്തിന് വന്നവനാ. അന്ന് വാരിക്കോരി കൊടുത്ത ഈ കയ്യ ഇന്ന് നിന്റെ മുമ്പിൽ നീട്ടുന്നത്. ഇനി വരില്ല. മുതലാളി, മോന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചില്ലേ? അതിനടക്കത്തേണ്ട തൂറാൻമുട്ടി കളി. അല്ല സുലൈമാന്, ഞാൻ പറയാൻ തന്നെ നേരെ വാളെടുക്കരുത്. എടുക്കൂല, പറഞ്ഞോ. നമ്മളെ കുന്നുമേലെ കാതൽക്കാരന്റെ മോളായിട്ട് ഞാൻ കണ്ടതാ. എന്ത്? ഓളി രണ്ടുപേരും പൊന്തക്കാട്ടിന്റെ അകത്ത് നിന്ന് ഉമ്മ കൂട്ടണേ. സുലൈമാൻ എന്റെ മോനാ. ആ പ്രായത്തിൽ ഞാനും കുറെ കളിച്ചതാ. ഇത് കളിയല്ല, കാര്യാവും. ഓനോട് പണം ഉണ്ടാക്കിയടാ. ഞാൻ കണ്ടമേനിക്കാവ ആൽപ്പോവും. ജന്മത്തിൽ പാപ്പച്ചൻ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. എന്താ അത്? നമ്മൾ ജനിക്കുന്നതിന് മുൻപത്തെ ജന്മം എനിക്കുറപ്പാണ്. അന്നും നമ്മൾ തമ്മിൽ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും നാം ഇങ്ങനെ കണ്ടുമുട്ടുമായിരുന്നില്ല. അന്ന് നമ്മൾ എന്ത് ജാതിക്കാരായിരുന്നു? അറിയില്ല. മനുഷ്യർക്കല്ലേ ജാതിയുള്ളൂ. ചിലപ്പോ ആനയോ പൂച്ചയോ കിളിയോ ആയിരിക്കും. നമ്മൾ കല്യാണം കഴിച്ചിരിക്കോ? ഉണ്ടാവില്ല. ഇതുപോലെ കണ്ടു, ഇഷ്ടമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത സ്നേഹം. പക്ഷേ ഒടുവിൽ നാം... സാവിത്രി, എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നും നാം ഇങ്ങനെ തന്നെ ജീവിക്കും. പാപ്പച്ചനറിയില്ല. നിങ്ങളുടെ ഇല്ലത്തെ സ്വത്ത് നശിച്ചെങ്കിലും ആചാരമൊക്കെ മുമ്പത്തേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ. ഓർത്താൽ ഒരു നമ്പൂരി സ്ത്രീയുടെ ജീവിതം കഷ്ടമാണ്. 2ഉം 3ഉം വേലി കഴിച്ച് ഒരു വൃദ്ധ ബ്രാഹ്മണനെ ഭർത്താവായി കിട്ടിയാൽ ഭാഗ്യമായി. പിന്നെ ആ തിരുമേനിയുടെ മറ്റു ഭാര്യമാരുടെ ആട്ടും വെപ്പും കേട്ട് ജീവിക്കുക. ഇല്ലെങ്കിൽ ബാല്യത്തിലെ വിധവയാവുക. വച്ചിലെ കല്ലുകളൊക്കെ പോലെ ഏതാനും കൊല്ലം മുനിഞ്ഞു കത്തി എണ്ണ വറ്റി പടുതിരി കത്തി കെട്ടണിയ. അതാ വിധി. നിനക്കാ ഗതി വരില്ല സാവിത്രി. ഞാൻ സമ്മതിക്കില്ല. കാണിക്കുന്നത് അയ്യോ തിരുമേനി, മതി. അവൾ ചെയ്ത തെറ്റിന് ഇനിയുള്ള ശിക്ഷ ഞാൻ കൊടുക്കാം.
ഇല്ലത്തെ കുട്ടിയല്ലേ ഇത്? എന്ത് പറ്റി? അമ്മച്ചി, ഞാൻ കാരണം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ചേട്ടത്തി, ഇവർ രണ്ടുപേരും കൂടെ ആ വഴിയിൽ ഇരുട്ടത്ത് നിൽക്കുകയായിരുന്നു. എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ. ഞാനാ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. വർഗീസേ, നീ എന്തായി കാണിച്ചത്? എന്റെ മോനെ കൊണ്ട് അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു. തമ്മിൽ പിരിഞ്ഞ് ജീവിക്കില്ലെന്ന്. സ്നേഹിച്ച പെണ്ണിനെ രക്ഷിക്കാൻ കഴിയാത്ത വിധം പാപ്പച്ചന്റെ കൈ വിലങ്ങൊന്നും വേണ്ടിട്ടില്ലോ. ചേട്ടതി, അനുഗ്രഹമില്ലാത്തവന്റെ കയ്യിൽപ്പെട്ട് ഈ പെണ്ണ് കാലാകാലം കണ്ണുനീര് കുടിക്കുന്നത് നിങ്ങളുടെ മകനെ കാണാൻ ഇടവരരുത്. അനുഭവിച്ചവർക്ക് ആ വേദന അറിയും. വർഗീസേ, ഇവിടെ അനാഥയാക്കരുത്. സാവിത്രിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാല് അവൾ പിന്നെ ജീവിക്കില്ല. അമ്മച്ചി അത് ചെയ്യരുത്. മോനെ, നീ അങ്ങനെയാണ് ഈ അമ്മച്ചിയെ കരുതിയത്? ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ പോലും ഈ അമ്മച്ചി അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടില്ല. മോളെ, ഇനി എന്റെ മോടെ വീട് ഇതാണ്. അറിഞ്ഞോടേ, നിന്റെ ആങ്ങളടവൻ പാപ്പച്ചൻ ഒരു നമ്പൂതിരി പെണ്ണിനെ കൊണ്ട് രജിസ്റ്റർ കല്യാണം കഴിച്ചത്. ഇതുവരെ എന്റെ ബന്ധുക്കാർ ദരിദ്രവാസികളാണെന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഒരു അന്യജാതിക്കാരി പെണ്ണിനെ വീട്ടിൽ പിടിച്ചു കയറ്റി എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ച്. നാറികള്. അതിലെന്താ എത്ര നാണിക്കാൻ? എന്താ പറഞ്ഞത്? പാപ്പച്ചനൊരു അന്യജാതിക്കാരെ വിവാഹം കഴിച്ചല്ലേ ഉള്ളൂ. നിങ്ങളെപ്പോലെ നാനാജാതിക്കാരെ വെപ്പാട്ടികളാക്കി വെച്ചിട്ടില്ലല്ലോ. എന്റെ പാപ്പ ഇപ്പൊ പണി കഴിഞ്ഞു വരും. എനിക്ക് പോണം. പോകാനേ? കൊച്ചുമുതലാളി നാട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല, ഞാൻ കോഴിക്കോട്ട് മരക്കച്ചവടമായിട്ട്. ഇവിടെ ഈ കച്ചവടം അല്ലേ? ഇത് നഷ്ടം വരില്ല, മുതൽ മുടക്കില്ലല്ലോ. വർഗീസേട്ടൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെപ്പോലെ പണക്കാരനായ ഒരു ചെറുപ്പക്കാരന് ഒരു പാവപ്പെട്ട പെണ്ണെ വളച്ചെടുക്കാൻ എളുപ്പമാണ്. അവള് പിഴച്ചാൽ ഏറ്റെടുക്കാനാണ് പ്രയാസം. അവിടെ നിങ്ങൾ രക്ഷപ്പെടും. ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആ പാവം പെണ്ണാണ്. അതാണ് പലരുടെ അനുഭവം. നിങ്ങളെന്റെ ബാപ്പ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാനതല്ല. അവളുടെ ബാപ്പ ഒരു പാവം മനുഷ്യനാണ്. കാക്കാരുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സൈനബ ഞാൻ നിക്കാഹ് കഴിക്കാൻ പോവാ. അവൾക്ക് ഞാൻ ഒരു ദോഷവും വരുത്തൂല. അതിന് ഹാജിയാർ സമ്മതിക്കോ? ബാപ്പ എതിർത്താലും ഞാൻ അവളെ കെട്ടും. നല്ലത്. പറയുമ്പോൾ വിഷമം തോന്നരുത്. അത് കഴിഞ്ഞിട്ട് പോരെ ഈ കൂട്ടുകെട്ട്. ശരി. കുട്ടിക്കിത് കണ്ടാൽ അറപ്പാകണ്ടെന്ന് കരുതിയിട്ടാ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെട്ടുന്നത്. അതെന്താ അമ്മേ? എനിക്ക് മീൻ ഇഷ്ടമില്ലെങ്കിലും പാപ്പത്തിനിത് കഴിക്കില്ലേ? പിന്നെ ഞാൻ വേണ്ട ഉണ്ടാക്കി കൊടുക്കാം. അമ്മ എന്നെ പഠിപ്പിക്കൂ. എടാ പാപ്പച്ച, ഇറങ്ങി വേണ ഏഭ്യ. എന്താ ഉണ്ണിയമ്പൂരിക്ക് വേണ്ടത്? എവിടെ പാപ്പച്ചൻ? ആ ഷപ്പന്റെ കുടമല ഞാൻ എടുക്കും. മോനെ പാപ്പച്ച, വേണ്ടതിന്റെ കുടലെടുക്കാൻ ഒരാള് വന്നിരിക്കുന്നു. വേണ്ട എടാ നായേ, ഏട്ടാ അരുത്. മാറ്. മനക്കിലെ പെണ്ണിനെ കട്ടുകൊണ്ടൊന്നും ഇവനെ വിടില്ല. ഞാൻ കൊല്ലും. ഞാൻ അത്രയ്ക്ക് ധൈര്യമുണ്ട് എന്റെ ഏട്ടന്. എങ്കിൽ ഇന്നത്തെ സ്വത്തുക്കൾ കയ്യേറി പിടിച്ചടക്കിയ കുടിയന്മാരുണ്ടല്ലോ നാട്ടിൽ, ആണത്തും ഉണ്ടെങ്കിൽ ആദ്യം അവരോട് ഞാൻ ചോദിക്കൂ. ഒരു നേരത്തെ കഞ്ഞിക്കെങ്കിലും വക കിട്ടും. മനക്കിലെ അന്തപുരത്തിൽ ആർക്കും വേണ്ടാതെ ഒഴിഞ്ഞിട്ട കന്യകയിൽ ഒരുത്തിയെക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അവിടുത്തെ അകത്തളത്തിൽ അടച്ചിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുന്നോ? ബാല്യം മുരടിച്ച് പൂവും കായും വിരിയാതെ
ഉണങ്ങി പൂതലിച്ച് നശിക്കുന്ന കാണാനോ? അവിടുന്ന് രക്ഷപ്പെട്ടവളാണ് ഞാൻ. അതിന് അഷ്ടഗ്രഹത്തിൽ ആദ്യന്മാരിൽ ഒരുത്തനല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച പുരുഷനോട് പക വേണ്ട. മനസ്സാലെ ഇല്ലത്തെ പടിയിറങ്ങിപ്പോന്നവൾ ഞാനാണ്. അതിനെന്നെ കൊല്ലൂ, കൊല്ലു ഏട്ടാ, വെട്ടി കൊന്നോളൂ.